ഇനി രാജ്യതലസ്ഥാനത്തേക്കാണ്. ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയ്ക്ക് പരിസമാപ്തിയായി. ക്ഷേത്രത്തിൽ ലക്ഷദീപാർച്ചന ആരംഭിച്ചു. രാവിലെ മുതൽ തന്നെ അണമുറിയാതെയുള്ള ഭക്തജന പ്രവാഹമായിരുന്നു. ക്ഷേത്രത്തിൽ നിന്നും നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, രാജ്യതലസ്ഥാനം പുണ്യമായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അവിടുത്തെ ഭക്തജന തിരക്ക് അത് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? മാത്രമല്ല, എന്തൊക്കെ വിശിഷ്ട ചടങ്ങുകൾക്കാണ് ഇന്ന് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്? നന്ദഗോപൻ. അശ്വതി, രാജ്യതലസ്ഥാനത്തെ ജനങ്ങളുടെ മുജ്ജന്മ സുഹൃതം എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയുടെ മണ്ണിൽ ആദ്യമായാണ് വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടക്കുന്നത്. ആ കോടിയർച്ചനയിൽ പങ്കാളികളാകുക എന്നുള്ളത് പുണ്യമായി തന്നെ കരുതുന്നു. പ്രത്യേകിച്ച് ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രഭവ കേന്ദ്രമായ ഹരിയാനയിലെ കുരുക്ഷേത്ര ഭൂമിയിലെ ഭീഷ്മകുണ്ടിൽ നിന്നും ജ്യോതി ഇവിടെ എത്തിച്ച് ആ ജ്യോതി തെളിയിച്ചാണ് ഇവിടെ ഈ മഹായജ്ഞം ആരംഭിച്ചത്. പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമത്തിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുമ്പോൾ ഭീഷ്മാചാര്യരിൽ നിന്നുമാണ് ഈ വിഷ്ണു സഹസ്രനാമം ഉത്ഭവപ്പെട്ടത് എന്നുള്ളതാണ് സങ്കല്പം. അദ്ദേഹം ചരച്ചയിൽ കിടക്കുമ്പോൾ ലോക നന്മയ്ക്കായി വിഷ്ണു സഹസ്രനാമം ജനങ്ങൾക്ക് പകർന്നു നൽകുന്നു. അങ്ങനെ വിവിധ ഋഷീശ്വരന്മാരിലൂടെ അത് ഇന്നിപ്പോൾ ഈ കലികാലത്തിൽ എത്തി നിൽക്കുമ്പോൾ അത് ജനങ്ങളുടെ സർവ്വ ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരം എന്ന നിലയിൽ അത് മഹർഷികൾ അതിനെ ഉപദേശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയുടെ ഭാഗമാകാൻ ഡൽഹി NCRന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാത്രമല്ല പഞ്ചാബ്, ഹരിയാന, അതേപോലെ തന്നെ ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഭക്തർ ധാരാളമായി ഉത്തര ഗുരുവായൂരപ്പന്റെ മണ്ണിലേക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ 27 ദിവസവും 27 നാളുകളിലായി അർച്ചന നടന്നിരുന്നു. അതിനുശേഷം 28ാം ദിനമാണിന്ന്. 28ാം ദിനം ഈ യജ്ഞത്തിന്റെ പരിസമാപ്തി എന്നുള്ളത് ഈ ലക്ഷ ദീപാർച്ചനയോടുകൂടി തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ക്ഷേത്ര പരിസരം ആകെ തന്നെ ദീപാലങ്കൃതമായിരിക്കുന്നു. വിവിധ തരത്തിൽ ദീപങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു. സ്വസ്തിയുടെയും അതേപോലെ തന്നെ ഓമിന്റെയും ഒക്കെ തന്നെ രീതിയിൽ ഇവിടെ ദീപം അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ ദേശങ്ങളിൽ നിന്നും എത്തിയ ഭക്തർ ഈ ദീപം തെളിയിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, കേരളത്തിൽ നിന്നും എത്തിയ വൈദിക ശ്രേഷ്ഠരായിരുന്നു ഈ യജ്ഞത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചിരുന്നത്. അതേപോലെ തന്നെ ഏതാണ്ട് 50ലധികം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ കേരളത്തിൽ നിന്നും എത്തി അർച്ചന നടത്തുമ്പോൾ വിവിധ ദേശങ്ങളിൽ നിന്നും എത്തിയ ഭക്തർക്ക് അതിനോടൊപ്പം തന്നെ അർച്ചന അർപ്പിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കുംഭത്തിൽ കളഭം നിറച്ച് ആ കളഭത്തിലേക്കായിരുന്നു അർച്ചനകൾ നടത്തിക്കൊണ്ടിരുന്നത്. ഓരോ നാളിലും പ്രത്യേകമായി നടത്തി. പിന്നീട് തൊട്ടടുത്ത ദിവസം രാവിലെ ആ കുംഭത്തിലുള്ള കളഭം ഭഗവാനിൽ അഭിഷേകം ചെയ്യുന്നതോടുകൂടിയാണ് ആ നാളിലെ അർച്ചന പൂർത്തിയാകുന്നത്. തൊട്ട് അടുത്ത ദിവസം വീണ്ടും സമാനമായ രീതിയിൽ ഇതേപോലെ തന്നെ ഈ കുംഭത്തിൽ കളഭം നിറച്ച് ഭഗവാനിൽ അഭിഷേകം നടത്തുന്ന ക്രിയകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേത്രം തന്ത്രിയും അതേപോലെ തന്നെ ക്ഷേത്രം മേൽശാന്തിയും ഇതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു എന്നുള്ളതാണ്. അതുകൂടാതെ ഏതാണ്ട് 50ലധികം വൈദിക ശ്രേഷ്ഠരും ഇതുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങിന്റെ ഭാഗമായി എന്നുള്ളതാണ്. സ്വാഭാവികമായും വലിയ സാമ്പത്തിക ചിലവേറിയ ഒരു നടപടിയാണ് അല്ലെങ്കിൽ ഒരു ക്രിയയാണ് ഈ കോടിയർച്ചന എന്നുള്ളത്. 3 നേരം ഇവിടെ എത്തുന്ന മുഴുവൻ ഭക്തർക്കും അന്നദാനം നൽകണം. അതേപോലെ തന്നെ മറ്റ് ചിലവുകളൊക്കെ തന്നെ. പക്ഷേ ക്ഷേത്ര ഭാരവാഹികളുടെ ഇച്ഛാശക്തിയിൽ അത് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ക്ഷേത്ര ഭാരവാഹികൾ സൂചിപ്പിക്കുന്നത് ഈ ഉത്തരേന്ത്യൻ മണ്ണിൽ ആദ്യമായാണ് ഇത്തരം വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയുടെ ആ പുണ്യം ഈ ഉത്തരേന്ത്യൻ മണ്ണിലെ ജനങ്ങൾക്ക് എത്തിക്കണമെന്നുള്ള ആ ഒരു ഇച്ഛാശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വലിയ സാമ്പത്തിക ചിലവാണെങ്കിൽ കൂടിയും ഈ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന ഈ ഉത്തര ഗുരുവായൂരപ്പന്റെ മണ്ണിൽ നടത്തുവാൻ വേണ്ടി ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിച്ചത്. അതിനൊക്കെ അപ്പുറത്തേക്ക് നേരത്തെ സൂചിപ്പിച്ച പോലെ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്നും എത്തിച്ച ജ്യോതി, ആ ജ്യോതിയുടെ പ്രഭയിലാണ് ഈ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന ഈ മഹായജ്ഞം നടന്നത് എന്നുള്ളതും ഈ യജ്ഞത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ആദ്യമായാണ് ഉത്തരേന്ത്യൻ മണ്ണിൽ ഇത്തരമൊരു മഹായജ്ഞം നടക്കുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നും അതുകൊണ്ട് തന്നെ ജനങ്ങളെത്തി. ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഡൽഹിയിൽ ഏറ്റവും അധികം കൂടുതലുള്ളത് അയ്യപ്പ ക്ഷേത്രങ്ങളാണ്. എന്നാൽ ഈ ഒരു ഗുരുവായൂരപ്പൻ സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എന്നുള്ള ഒരു സങ്കല്പത്തിൽ ഒരേ ഒരു ക്ഷേത്രം മാത്രമാണ് ഉള്ളത്. അത് മയൂർ വിഹാറിലെ ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. അവിടെയാണ് ഈ കഴിഞ്ഞ 27 ദിവസമായി ലക്ഷാർച്ചന നടന്നു വന്നതും ഇന്നിപ്പോൾ ആ ലക്ഷാർച്ചനയുടെ പരിസമാപ്തി ഈ ലക്ഷദീപാർച്ചനയോടുകൂടി തന്നെ കഴിഞ്ഞതും ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സായുജ്യം അല്ലെങ്കിൽ അവർക്ക് പുണ്യം നുകരാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ ദിനങ്ങളിൽ രാവിലെ മുതൽ തന്നെ ഭക്തർ ക്ഷേത്രത്തിലെത്തുന്നു. അവർ ഈ അർച്ചനയ്ക്ക് വേണ്ട പുഷ്പങ്ങളൊക്കെ തന്നെ കൃത്യമായി വൃത്തിയാക്കി ആ യജ്ഞശാലയിലേക്ക് പകർന്നു നൽകുന്നു. അതിനു പുറമെ അവർ വിഷ്ണു സഹസ്രനാമം ഈ ആചാര്യന്മാർ ചൊല്ലുന്നതിനനുസൃതമായി തന്നെ വിഷ്ണു സഹസ്രനാമം അവർ ചൊല്ലുന്നതും അവരില്ലെങ്കിൽ അത്തരമൊരു വലിയ പുണ്യം ഭക്തജനങ്ങൾക്ക് ധാരാളമായി ലഭിച്ചു എന്നുള്ളതാണ്. വിഷ്ണു സഹസ്രനാമം വായിക്കാൻ കൂടി അറിയാത്ത ഭക്തജനങ്ങൾക്ക് കഴിഞ്ഞ 27 ദിവസം ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയതിലൂടെ ശരി, അത് തന്നെയാണ് നന്ദഗോപൻ മനസ്സിലാകുന്നത്. അങ്ങനെ ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ